സർ, സെക്യുലറിസം എന്ന് പറയുന്ന ഒരു വാക്കിന് പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള അർത്ഥങ്ങൾ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളിലെ ചില നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ രീതികളൊക്കെ അനുസരിച്ചാണ് ഈ വാക്കിനൊരു ഡെഫിനിഷൻ അവർ കൊടുക്കുന്നത് എന്നറിയുന്നു. ഒപ്പം ഇന്ത്യയിൽ നമ്മൾ ഈ സെക്യുലറിസം എന്ന് പറയുന്നതിന് നിലവിൽ നമുക്കറിയാം നടക്കുന്ന വിവാദങ്ങളും ചർച്ചകളും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ചോദിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിലുള്ള സെക്യുലറിസം യഥാർത്ഥത്തിൽ എന്തിനെയാണ് അടയാളപ്പെടുത്തുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പം സുശാന്ത് ത്രിവേദി അദ്ദേഹം കേരള സ്റ്റോറിയുടെ ഒരു ഭാഗമായിട്ട് ഒരു പുസ്തകം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ റിലീസ് ചെയ്തിരുന്നു. അതിൽ പങ്കെടുത്ത് അദ്ദേഹം സംസാരിച്ചപ്പോൾ സെക്യുലറിസം ഇന്ത്യക്ക് അനുയോജ്യമല്ല എന്ന ഒരു വാർത്ത അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. നമ്മുടെ മാധ്യമങ്ങള് മതനിരപേക്ഷത ഇന്ത്യക്ക് ചേർന്നതല്ല എന്നാണ് ആ വാർത്ത അച്ചടിച്ചത്. തലയും വാലും തിരിച്ചറിയാൻ വയ്യാത്ത മാധ്യമപ്രവർത്തകരാണ് നമുക്ക് ഇന്നിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് പറ്റിയത്. അവര് സെക്യുലറിസം എന്ന പദം, മതേതരത്വം എന്ന പദം ഉപയോഗിച്ചിട്ട്, മലയാള പദം ഉപയോഗിച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ ശ്രമിക്കാതെ മതനിരപേക്ഷത എന്ന പദമാണ് ഉപയോഗിച്ചത്. രണ്ടും രണ്ടാണ്. സുശാന്ത് ത്രിവേദി എന്ന് പറയുന്നത് ഒരു BJPയുടെ ഒരു തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ പല ആശയങ്ങളും BJPക്ക് കൊടുക്കുന്നൊരു MP ആണ്. അദ്ദേഹം ഇപ്പം രാജ്യസഭ MP ആണ്. അരുൺ ജെയ്റ്റ്ലിയുടെ നിര്യാണത്തെ തുടർന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട MP ആണ് സുശാന്ത് ത്രിവേദി. ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. പക്ഷേ ഇത്തരം വിവാദ പ്രസ്താവനകൾ പൊതു സമൂഹത്തിലേക്ക് കടത്തിവിടുന്നതിൽ വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സുശാന്ത് ത്രിവേദി. 2014 മുമ്പ് ഇന്ത്യ ഒരു ഭാഗിക മുസ്ലിം രാജ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലമാണ് വീണ്ടും അടുത്ത കാലത്തായിട്ട് അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തെ തുടർന്ന് BJP സർക്കാർ ഭരണഘടന ഹത്യാദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയ ഒരു വിഷയം ഇപ്പോൾ എത്തി നിൽക്കുന്നത് സെക്യുലറിസം എന്ന പദം, സെക്യുലറിസം, സോഷ്യലിസം, ഇന്റഗ്രിറ്റി, 3 പദം ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്നും, അതായത് ആമുഖത്തിൽ നിന്നും പിൻവലിക്കണം എന്നുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്കാണ് എത്തുന്നത്. മതനിരപേക്ഷതയും മതേതരത്വവും രണ്ടും രണ്ടാണ്. ഇന്ത്യ പിന്തുടരുന്ന നിരപേക്ഷതയാണ് മതനിരപേക്ഷത. അതായത് മതങ്ങൾക്ക് അതിൻ്റെതായ ചുറ്റുപാടുകളെ അതിൻ്റെ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാടാണ് ഇന്ത്യയുടെ നയം. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാവസായിക വിപ്ലവത്തിനും സാംസ്കാരിക വിപ്ലവത്തിനും ഒക്കെ ശേഷം വന്ന യൂറോപ്യൻ ഡെമോക്രസിയിൽ, പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ ഡെമോക്രസിയിലൊക്കെ മതനിരപേക്ഷതയല്ല അവര് തീർത്തും മതേതരത്വം എന്നുള്ളതാണ്. മതത്തിനെ അവർ അംഗീകരിക്കുന്ന പോലും, അവിടുത്തെ ഗവൺമെന്റുകൾ അംഗീകരിക്കുന്ന പോലും ഇല്ല. ഈ അഭയാർത്ഥികളെ, മുസ്ലിം റെഫ്യൂജീസ് എന്നുള്ള മനുഷ്യത്വപരമായ ഒരു തലത്തിലാണ് ഫ്രാൻസും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അത് മതത്തിലേക്ക് നീളാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ ശക്തമായ നടപടികൾ എടുക്കാനും തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഗവൺമെന്റിനെ ഗവേൺ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായി. ഇവരിപ്പോൾ മനുസ്മൃതി ആണ് കോഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മനുസ്മൃതി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മനുസ്മൃതി അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു വിഷയം ഹിന്ദു രാജാക്കന്മാർ, അതായത് ഹിന്ദു മതവിശ്വാസികളായുള്ള രാജാക്കന്മാർ ഇന്ത്യ ഭരിക്കുകയും അവർക്ക് ഇൻഹെറിറ്റന്റ് ആയിട്ട്
കിട്ടിയ ഒരു സന്ദേശം അത് എന്താണ്, വംശമായിട്ടാണ്. ഇപ്പോൾ ശ്രീരാമന്റെ വംശമാണെങ്കിൽ രഘുവംശമാണത്. ആ വംശം, രഘുവിൽ നിന്ന് ഉത്ഭവിച്ച വംശമാണ് ശ്രീരാമന്റെ വംശം. എങ്കിൽ പോലും അവര് ഓരോ ഘട്ടത്തിലും മതനിരപേക്ഷത നിലനിർത്തിയിട്ടുണ്ട്. ഈ കാരണം ഇവരുടെ ഡെമോക്രസി ഓഫ് ഏൻഷ്യൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സമാഹാരത്തില് ഇവർ പറയുന്ന ആദിവാസികളുടെയും നമ്മൾ എപ്പോൾ മാർജിനൽ എന്ന് പറയുന്ന വിഭാഗങ്ങളുടെയും അവർക്ക് രാജാവിന്റെ സഭയിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വിശ്വാസമാണോ അതിനിപ്പോ തെളിയിക്കപ്പെടേണ്ട സംഗതിയാണ്, തെളിയിക്കപ്പെടാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് പാഴ്സികൾ അതുപോലുള്ള സമൂഹങ്ങൾ, മുസ്ലിംസ് ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അവരെ ഇന്ത്യൻ സമൂഹം അല്ലെങ്കിൽ ഇന്ത്യൻ രാജാക്കന്മാർ വംശീയമായിട്ടോ റിലീജിയസ് ആയിട്ടോ മാറ്റി നിർത്തുകയോ ഓടിച്ചുവിടുകയോ ചെയ്തിട്ടില്ല. അവർക്ക് അവരുടേതായ ഫെസിലിറ്റീസ്, അവർക്ക് അവരുടെ മതം പിന്തുടരാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വിധത്തിലാണ് പോയിട്ടുള്ളത്. ഇന്ത്യയിലെ മതങ്ങളുടെ പേരിൽ ഇപ്പോൾ യൂറോപ്പിൽ നടന്ന കുരിശുദ്ധം പോലെയോ മുഹമ്മദിന്റെ ജിഹാദ് പോലെയുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നേരെ തിരിഞ്ഞടിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഏറ്റവും സേലിയന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചപ്പോൾ ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞ ഒരു അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് നിർബന്ധം പിടിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് പാശ്ചാത്യ രീതികളും യൂറോപ്പിൽ ഡെവലപ്പ് ചെയ്തു വരുന്ന സോഷ്യലിസത്തിന്റെ മറ്റ് കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കിയെടുത്തോളം ഒരു അഭയാർത്ഥി പ്രവാഹം എവിടെയെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ, അന്ന് നമ്മളുടെ പാകിസ്ഥാനുമായിട്ട് നമ്മൾ വേർതിരിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ മത ന്യൂനപക്ഷങ്ങൾ, അപ്പൊ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്ത് ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളും ഹിന്ദുക്കളും ബാക്കിയുള്ള പാഴ്സി, ജൈനൻ, സിഖ് തുടങ്ങിയ ന്യൂനപക്ഷങ്ങളുണ്ട്. അവർക്ക് അവരുടെ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു വകുപ്പ് ഇതിൽ ഭരണഘടനയിൽ ഉണ്ടാവണം. അപ്പൊ നെഹ്റുവിന്റെ സങ്കല്പത്തിൽ മതനിരപേക്ഷതയായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തികച്ചും എന്താണ്, മതേതരത്വം. അതായത് ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസം അനുസരിച്ചും ഇസ്ലാം വിശ്വാസം അനുസരിച്ചും ക്രിസ്ത്യ വിശ്വാസം അനുസരിച്ചും ഒക്കെ ജീവിക്കാനുള്ള അവകാശം ലഭിക്കും. പക്ഷേ അതിൽ തന്നെ ഭൂരിപക്ഷ ആളുകൾ ന്യൂനപക്ഷത്തെ ആക്രമിക്കാതിരിക്കാനും അവരെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷാവകാശം എന്ന് പറഞ്ഞൊരു അവകാശം ജവഹർലാൽ നെഹ്റു ഇതിൻ്റെ അകത്ത് ഭരണഘടനയെ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടത്. അത് പിന്നീട് അത് പല വഴിക്ക് പിരിഞ്ഞുപോയി. അത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിനെ അവരുടെ വോട്ട് ബാങ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി. പക്ഷെ ഒരിക്കൽ പോലും ഇന്ത്യയുടെ ഒരു നിലപാട് അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർ ഒരിക്കലും മറ്റ് മതങ്ങൾക്ക് എതിരായിട്ട് നിന്നിട്ടില്ല. ഹിന്ദുക്കളിൽ നിന്ന് തന്നെയാണ് ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും ഒക്കെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ ആദിവാസി സമൂഹം, ഇന്ന് നമ്മൾ വയ്ക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി, ആ രാഷ്ട്രപതിയുടെ ആദിവാസി സമൂഹം എന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തമായ ഒരു സമൂഹമാണ്. അതുപോലെ ബ്രിട്ടീഷുകാരോട് ആദ്യമായിട്ട് ഏറ്റുമുട്ടിയത് സന്താൾ വർഗക്കാരാണ്. അവരുടെയൊക്കെ ഒരു ഇന്റഗ്രിറ്റി, ആ ഇന്റഗ്രിറ്റി ഒക്കെ നിലനിന്നു എന്ന് നമ്മൾ ആലോചിക്കണം ഹിന്ദു രാജാക്കന്മാർ ഇന്ത്യ ഭരിക്കുമ്പോഴും. ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഹിന്ദു രാജാക്കന്മാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് പോലും ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ രാജ്യം എന്ന് പറയാവുന്ന ഒരൊറ്റ രാജ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തിരുവിതാംകൂറാണ്. അത് ശ്രീപത്മനാഭന്റെ രാജ്യമാണ്.
ശ്രീപത്മനാഭന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് അവിടുത്തെ രാജാക്കന്മാർ, അല്ലാതെ അവരുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എന്താണ് രാജാ ചിത്തിര തിരുനാളിന്റെ അദ്ദേഹത്തിന്റെ മുൻ തലമുറയുടെയോ സ്വത്തായിട്ട് അല്ല അതിനെ പരിഗണിക്കുന്നത്. ഒരു കാര്യം കൂടെ വരും. നമ്മൾ കേരളത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ കേരളത്തിന് മറ്റൊരു പേരുണ്ടായിരുന്നു, അതായത് ഭാർഗവ ക്ഷേത്രം. അത് അദ്ദേഹം സുശാന്ത് ത്രിവേദി അതിലെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഭാർഗവ ക്ഷേത്രം എന്ന് പറയുന്ന പൗരാണികമായ പേര് കേരളത്തിനുള്ളതാണ്. അപ്പൊ കേരളത്തിന്റെ ഭൂമി പരശുരാമന്റേതാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷെ നമ്മൾ കാലോചിതമായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുകയും ജോഗ്രഫിക്കലായിട്ടും ഭാഷാപരമായിട്ടും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ വേർതിരിച്ചിട്ട് നമ്മൾ സ്റ്റേറ്റുകളൊക്കെ ആയിട്ട് വളരെ കുഴപ്പമില്ലാതെ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിന്റെ നിർവചനം നമുക്ക് മതനിരപേക്ഷത ആണോ മതേതരത്വമാണോ? മതേതരത്വമാണെങ്കിൽ വളരെ എളുപ്പമാണ്. മതേതരത്വം ഇന്ത്യയുടെ ഈ സെക്യുലറിസം എന്നുള്ള പദത്തിനെ നിർവചിച്ചിട്ട് അത് മതേതരത്വമാണ്. ഇന്ത്യയിൽ മതങ്ങളില്ല, മതങ്ങൾക്ക് സ്ഥാനമില്ല. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും, അതായത് എല്ലാ സിവിൽ ലോസും മതത്തിന് പുറത്തായിട്ട് വരണം. അതായത് അപ്പൊ അദ്ദേഹം ശരിക്കും ഉന്നയിക്കുന്നത് മതേതരത്വം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാണ് സെക്യുലറിസം എന്ന പദം. മതേതരത്വമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്നുള്ള ഒരു പോയിന്റ് ഇട്ടുകൊടുക്കുകയല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. പക്ഷേ ഇന്ത്യയുടെ നിലപാട് മതനിരപേക്ഷതയാണ്. കാരണം ഇന്ത്യയിൽ മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് ആത്മീയതയുടെ ഉപാസനാക്രമത്തിൽ രൂപീകരിച്ചെടുത്ത ഒരു ജീവിത ശൈലിയാണ്. ജനം അങ്ങനെ തന്നെയാണ് ഇത്രയും കാലവും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനം പ്രകോപിതരാകാത്തത്. അവരുടെ വിഷയങ്ങളൊക്കെ കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും ജാതിയുടെ പേരിലാണ്. ഈ സമൂഹത്തിലെ തന്നെ ജാതിയുടെ പേരിലാണ് പലപ്പോഴും ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്, അല്ലാതെ മതത്തിന്റെ പേരിലല്ല. കാരണം ഓരോ ജാതിക്ക് പോലും അവരുടേതായ ഉപാസനക്രമങ്ങളും ആത്മീയതയിലേക്കുള്ള അവരുടേതായ പന്ഥാവുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഇംഗ്ലീഷിലുള്ള ഈ പദം, അതായത് സെക്യുലറിസം എന്ന പദത്തിന്റെ ഏതർത്ഥം എടുക്കണം? മതമില്ലാത്ത മതേതരത്വം എന്നുള്ള അർത്ഥം എടുക്കണമോ? എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷത എടുക്കണോ? പക്ഷേ അശോക് സാർ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ജനങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടായിട്ടും, ഈ പറഞ്ഞതുപോലെ ജാതിയുടെ പേരിൽ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മതങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് വല്ലാതെ ചേരിതിരിഞ്ഞോ അല്ലെങ്കിൽ അക്രമ സ്വഭാവമുള്ള ഒരു കലഹം ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. ഇതൊക്കെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്ന പദത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ആദരവും ബഹുമാനവും ഒക്കെയാണ്. പക്ഷെ എവിടെയെങ്കിലും ഒക്കെ അത് തിരുത്തണം എന്നുള്ളത് ഒരു ന്യായമായ ആവശ്യമോ അല്ലെങ്കിൽ അതിന്മേലൂന്നിയുള്ള ചർച്ചകൾ വിജയകരമാവുകയോ ചെയ്താൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് സർക്കാർ ഉൾപ്പെടെ കൂടി ആലോചിച്ച ശേഷം തീരുമാനിക്കേണ്ട ഒന്നാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു അശോക് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.